എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സ്ഥലം ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വന്നിട്ട് മൂഞ്ചുന്ന അവസ്ഥ. ഇതെന്താ നിങ്ങൾ കാണണേ? ഇത് ഇങ്ങ് കണ്ടോ? ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമ്മളിപ്പോൾ സർസായ എന്താ പേര്, സറാസിയ ലേക്കിലോട്ടൊക്കെ പോകാം. ഓക്കെ, സോ നമ്മളെ റൂമിൽ നിന്ന് നേരെ ഇറങ്ങി നേരെ ഇപ്പോൾ ഊബർ ബുക്ക് ചെയ്തു. ഊബറിലോട്ടേക്ക് പോവാം. കുറച്ച് ഉള്ളോട്ടല്ല, ഇത് കുറച്ച് ഉള്ളോട്ടുള്ള ഏരിയയിലാണ് സംഭവം. ആടെ എന്താണെന്നല്ല, ആടെ ഞാൻ ഗൂഗിൾ മാപ്പിൽ കണ്ടുകൊണ്ട് പോകുന്നതാണ്. എനിക്ക് ഇങ്ങനെ നല്ല റെക്കമെൻഡേഷൻ കിട്ടിയിട്ടൊന്നുമില്ല. ഭയങ്കര ഒരു ലേക്കിൽ കുറേ തരം ആൾക്കാർ എന്തൊക്കെയോ സംഭവങ്ങളാണ് കാണിച്ചത്. നല്ലത് അപ്പോൾ അവിടെ സാധനം കാണിച്ച സ്ഥലത്തിന് എന്തോ പ്രത്യേകത ഉണ്ടെന്നാണ് പറഞ്ഞു. അങ്ങോട്ടേക്കാണ് എന്തായാലും പോകുന്നത്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സ്ഥലം ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വന്നിട്ട് മൂഞ്ചുന്ന അവസ്ഥ. ഇതെന്താ നിങ്ങൾ കാണണേ? ഇത് ഇങ്ങ് കണ്ടോ? ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അള്ളാൻ്റെ മുത്ത, ഇതാണ് ഞാൻ ഗൂഗിൾ മാപ്പിലും കണ്ടിട്ട് വന്നതിന്. ഞാനെന്നാ പറയാ, ഇതിങ്ങെല്ലാവരും നോക്കിയേ. ഞാൻ ഗൂഗിൾ മാപ്പിലെ ഫോട്ടോ കാണിച്ചേ, സറാസിയ ലേക്ക് എന്നും പറഞ്ഞിട്ട് വന്ന്. അല്ല, ഏകദേശം ഈ ഒരു ഫോട്ടോ തന്നെയാണ് അതിലും കൊടുത്തിട്ടുള്ളത്. എന്താ പറയുക, ഇല്ല ഞാൻ പറയുന്നില്ല, ഞാൻ അതിനെ കുറ്റം പറയില്ല, ഗൂഗിൾ മാപ്പിനെ കുറ്റം പറയില്ല, എൻ്റെ അകത്ത് മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷേ നിങ്ങളിത് നോക്കുക, ഇതിൽ ഇത് കണ്ട, ഇതിൽ ആൾക്കാർ വെള്ളച്ചാട്ടോ ഈ പരിപാടി ഇങ്ങനെല്ലാം കണ്ടപ്പോൾ ഞാനെന്താ വിചാരിച്ചേ, ഭയങ്കര സെറ്റപ്പ് സംഭവം. ഇതെല്ലാം കണ്ടപ്പോൾ ഞാൻ സംഭവം സെറ്റപ്പ് ഉണ്ട്, നല്ല രീതിയിലുള്ള. ഇതാണ് റിയാലിറ്റി. ഇതെൻ്റെ ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും. എത്രയോ ട്രിപ്പ് പോയിട്ട് ഇങ്ങനെ മൂഞ്ചിയിട്ടില്ല കേട്ടോ അവസ്ഥ. ഇതെന്താ പറയട്ടെ, ഇത് നോക്കിയിട്ട് ഇതാണ് ഇവിടെ വന്നിട്ടുള്ള അവസ്ഥ. വേസ്റ്റും പച്ച കളർ വെള്ളവും ഫുള്ള് തീട്ടം തൂറിയിരിക്കുക. സത്യം പറഞ്ഞാൽ ഇന്ന് ഓൾറെഡി വടുവടരയിലെ ലാസ്റ്റത്തെ ദിവസം. ഇത് ഞാൻ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ ഇന്ന് പ്ലാൻ ചെയ്ത് വന്ന സ്ഥലമാണ്, ലാസ്റ്റത്തെ സ്ഥലമല്ല, ഇതിന് വേറെ പ്ലാൻ ചെയ്യാമെന്നില്ല. ഇതിന് ശേഷം ചായ പിടിച്ച് നേരെ പാക്ക് ചെയ്ത് ഇറങ്ങാനുള്ളൊരു പ്ലാനിലായിരുന്നേ. വടുവടരയിൽ നിന്ന് വേഗം സ്ഥലം വിടാം. പക്ഷെ എന്താണല്ല, ലാസ്റ്റ് വന്നുകൊണ്ട് എനിക്കിത് കാണുമ്പോൾ ഇങ്ങനത്തെ ഒരു മൂഞ്ചലുണ്ടായിട്ടില്ല കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാലേ ഒരു സ്ഥലം പ്രതീക്ഷ വന്നിട്ട് മൂഞ്ചിയ അവസ്ഥയുള്ളൂ. ഇതിൻ്റെ അടുത്തൊരു ഹോട്ടൽ കാണുന്നുണ്ട്, ഒരു മന്ദിരം കാണുന്നുണ്ട്, വേറൊരു മന്ദിരം കണ്ട്, പിന്നെ മുസ്ലിംസും കാണുന്നുണ്ട് പ്രാർത്ഥിക്കുന്ന, അതുപോലെ തന്നെ ഹിന്ദുക്കളും കാണുന്നുണ്ട്. ഇവിടെ നിസ്കരിക്കും കാണുന്നുണ്ട്, പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കാണുന്നുണ്ട്. എന്താണെന്നല്ല, പക്ഷേ ഞാൻ ആ ഒരു ഇനി ഇത് ലൊക്കേഷൻ മാറിയിട്ടൊന്നും ഇല്ലാതെ വിചാരിക്കുന്നത്. ഗൂഗിൾ മാപ്പിൽ ഒന്നും കൂടി ചെക്ക് ചെയ്തു. കാരണം ഇതിപ്പോൾ ഞാനിപ്പം വിചാരിക്കുന്നത് എന്താ പറയുക, ഹോട്ടലിൽ നിന്ന് 40 റുപ്യ ഊബറും കൊടുത്ത് 40 റുപ്യ ആയിട്ടുള്ളൂ, പോട്ടെ 40 റുപ്യ ആയിപ്പോയെന്ന് പറയാം. ഇതിപ്പോൾ ഇത് ഏകദേശം ഡയറക്ഷൻ ഇതിൻ്റെ സ്ഥലമോ ഡയറക്ഷൻ അടുത്ത് തന്നെയാണ് കാണിക്കുന്നത്. ഒരു വ്യത്യാസമില്ല, ഡയറക്ഷൻ അടുത്ത് 1 മിനിറ്റ് നടക്കണ്ടേ. എന്നുവെച്ചാൽ ഈ ഏരിയയിൽ അപ്പുറത്ത് ഏതോ സൈനാണ് കാണിച്ചത്, പക്ഷേ ചുറ്റും കാണുന്നത് ഇതന്നെ. ഇതെന്താ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയി പോട്ടോ. വന്നിട്ട് ഇങ്ങനെ മൂഞ്ചിയിട്ടില്ല ഞാൻ ഒരിക്കലും. എന്തായാലും പ്രതീക്ഷ വന്ന സറാസിയ ലേക്ക് നല്ല രീതിക്ക് മോചിപ്പിച്ചിട്ടുണ്ട്. കാണാൻ പറ്റിയ നല്ല പ്രകൃതി രമണീയമായ വേസ്റ്റുകൾ, കാക്കത്തീട്ടം, ആരുമില്ലാത്ത സ്ഥലം, റോഡും അതും ഇതുപോലെ പൊട്ടിക്കിടക്കുന്നു, നടുക്ക് എന്തൊക്കെയോ മുങ്ങിക്കിടക്കുന്നു, ഇതൊക്കെയാണ് കാണാൻ പറ്റിയത്. അപ്പോൾ എന്തായാലും സംഭവം അതെന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും അത്രയേ ഉള്ളൂ. വന്നിട്ട് എനിക്കെന്തോ ഷെയർ ചെയ്യണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. എന്നാലും നിങ്ങളിനി ഗൂഗിൾ മാപ്പ്, ഇൻ്റർനെറ്റ് ഒരിക്കലും വിശ്വസിക്കരുത്, ശരി തന്നെയാണ്. പക്ഷേ എന്നാലും ഇനി ആൾക്കാരുടെ ഒരു റെക്കമെൻഡേഷൻ, എനിക്ക് ആരും റെക്കമെൻഡേഷൻ തന്നിട്ടില്ല ഈ സ്ഥലം, ബാക്കി എല്ലാവരും റെക്കമെൻഡേഷൻ തന്നില്ല. പിന്നെ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് സമയമുള്ളതുകൊണ്ട് പോയതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെ റെക്കമെൻഡേഷനിൽ ഇതൊക്കെ ഒരു സ്ഥലം ചൂസ് ചെയ്യുന്നതിന് മുന്നേ എവിടെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് പോവുക. അല്ലെങ്കിൽ ഇതുപോലെ 8ൻ്റെ പണി കിട്ടും, വന്നിട്ട് മൂഞ്ചു വലിയ പൈസയും കൊടുത്ത് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നല്ല രീതിക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. സോ എന്തായാലും ഇനി വരുമ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോ, അതാവുമ്പോൾ നിങ്ങൾക്ക് സീനില്ലാണ്ട് പോവുക. അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത ഗുജറാത്ത് സീരീസിൽ കാണാം. സബ്ബടിച്ച് വെച്ചോ ഇതുപോലത്തെ ഊള വീഡിയോസിന്. അപ്പം ആരും കാണാത്ത വ്ളോഗിൽ ഇത്രയും നേരം നിന്ന് കണ്ടതിന് നന്ദി. അപ്പോൾ കഴിച്ച് നമ്മളെന്തായാലും പോയി നേടുന്നു. സ്ഥലം മൂഞ്ച സ്ഥിതിക്ക് നമ്മളിനി അധികം ഇവിടെ നിൽക്കുന്നില്ല. പിന്നെ ഊബറും പിടിച്ച് നേരെ അടുത്ത സ്ഥലം ഇനി ഒന്നുമില്ല. ഇന്ന് വടോടെ നേരെ സൂറത്ത് വിടലാണ്. രാത്രി റെയിൽവേ സ്റ്റേഷൻ പോവും, ഇരിക്കും, അത്ര തന്നെ. ബാക്കി നമുക്ക് ഡേ 3യിൽ കാണണം. ഓക്കെ, ഡേ 3ൻ്റെ ബാക്കി വീഡിയോസ് ആയിട്ട് വരുന്നത്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. എൻ്റെ കണ്ണടയും താഴോട്ട് വീണു പണ്ടാരം മണ്ണിൽ. അപ്പോൾ ഇനി ഊബറിന് വെയിറ്റ് അതിന് പോയിട്ട് ഒന്ന് നല്ല ചായയും കുടിക്കുക, ഫുഡ് അടിക്കുക, അത്രയൊക്കെ തന്നെ. രാത്രിയാകുമ്പോൾ റൂം ഇറങ്ങും. ഇനിയിപ്പോൾ നേരെ റൂമിലേക്ക് കൂടെ ഇറന്ന് റെസ്റ്റ് ചെയ്യും. ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുക. ഓക്കെ, സോ ഫുഡൊക്കെ കഴിച്ച് ഇനി റെസ്റ്റ് ചെയ്യൽ തന്നെ മെയിൻ പരിപാടി. രാത്രി വേറെ പരിപാടിയൊന്നുമില്ല. സോ ഇനി നേരെ നമുക്ക് വേറെ പരിപാടിയായിട്ട് നോക്കാം. എന്തായാലും ഞാൻ ഈ സ്പോട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ,
നമ്മൾ നോക്കിയിട്ട് വരാം. അപ്പോൾ എന്തായാലും അടുത്ത ഗുജറാത്ത് സീരീസ് ബ്ലോഗായിട്ട് കാണുന്നതായിരിക്കും. ബൈ ഫ്രം ഡിക്കി മച്ചാൻ. ഏയ്